നാലാമത്തെ ബോൺ പാരാമീറ്റർ അല്ലെങ്കിൽ ബോൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 4 ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 5ാമത്തേത് ശ്രദ്ധിച്ചോടാ. എന്താണ്? റെസൊണൻസ്. നമ്മൾ ആദ്യമായി കേൾക്കുകയാണ് അല്ലേ റെസൊണൻസ് എന്ന്. എന്നാണ് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ റെസൊണൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, നമ്മുടെ കയ്യിൽ ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളുണ്ട്. ആരാണുള്ളത്? ഓസോൺ. എന്താ ഓസോണിന്റെ മോളിക്യുലർ ഫോർമുല? O3 അല്ലേ? ഈ ഓസോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ വരച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ? നല്ല ഓർമ്മയുണ്ട്. ശരി, ആ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടി നിങ്ങളെ വരച്ച് ഓർമ്മിച്ചു തരാം. ഓസോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഓക്സിജൻ ആറ്റങ്ങളാണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ. അതിൽ ആദ്യത്തെ 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ആണ്. അടുത്ത 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ കോർഡിനേറ്റ് ബോണ്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരച്ചത്. അപ്പോൾ ഈ ഓക്സിജൻ ആറ്റത്തിന് മുകളിൽ ഇനി 2 ഇലക്ട്രോൺ പെയറുകളാണ്, 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇതിന് മുകളിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ ഓക്സിജന് മുകളിൽ 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചിട്ടുള്ളത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 141 പൈക്കോമീറ്റർ ആണ്. 148 പൈക്കോമീറ്റർ ആണ്. 148 പൈക്കോമീറ്റർ ആണ് ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത്. ശരി, ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയോ? അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. എത്രയാണെന്ന് അറിയോ? ആൾമോസ്റ്റ് 120 അല്ലെങ്കിൽ 121 പൈക്കോമീറ്റർ ആണ്. നേരത്തെ നമ്മൾ 120 എന്ന് എടുത്തിട്ടുണ്ടാവുക. 120 to 121 എങ്ങനെ എടുക്കുക? അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? ഓക്കെ, 121 പൈക്കോമീറ്റർ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളിൽ ഈ ബോണ്ടിന്റെ ലെങ്ത് എത്രയായിരിക്കണം മക്കളെ? 148 പൈക്കോമീറ്റർ ആയിരിക്കണം. ശരിയല്ലേ? ഈ ബോണ്ടിന്റെ ലെങ്ത് എത്രയായിരിക്കണം? 121 പൈക്കോമീറ്റർ ആയിരിക്കണം. കാരണം സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത് 121ഉം ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് 148ഉമാണ്. അത് എക്സ്പെരിമെന്റലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറയുന്നത് ഈ ബോണ്ടിന്റെ ലെങ്ത് ഓസോണിൽ നോർമലി ഓക്സിജൻ ഡബിൾ ബോണ്ട് ലെങ്ത് 121 ആണ്. പക്ഷെ ഓസോണിൽ ഈ ലെങ്ത് 121 അല്ല. മറ്റൊരു കാര്യം, നോർമലി ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് 148 പൈക്കോമീറ്റർ ആണ്. പക്ഷെ ഈ മോളിക്യൂളിൽ ഈ ബോണ്ടിന്റെ ലെങ്ത് 121 പൈക്കോമീറ്റർ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എഴുതിയ 2 വാല്യൂസും തെറ്റാണ് എന്നർത്ഥം. അതെന്താ അങ്ങനെ? അതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോടാ, ഈ ബോണ്ടിന്റെ ലെങ്ത് 128 പൈക്കോമീറ്റർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബോണ്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയോ? അതും 128 പൈക്കോമീറ്റർ തന്നെയായിരിക്കും. അതെങ്ങനെയാണ് ശരിയാവുക? കാരണം ഇതൊരു ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്, ഇതൊരു ഓക്സിജൻ സിംഗിൾ ബോണ്ടാണ്. ഒരു സിംഗിൾ ബോണ്ടിനാണ് ലെങ്ത് കൂടുതൽ വേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡബിൾ ബോണ്ട് ലെങ്ത് കുറയാ വേണ്ടത്. കാരണം ഡബിൾ ബോണ്ട് ആകുന്നതോറും മാറ്റങ്ങൾ അടുത്ത് വരും, അട്രാക്ഷൻ കൂടും, ലെങ്ത് കുറയും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയോ? നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന സ്ട്രക്ചർ തെറ്റാണ്. ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന സ്ട്രക്ചറിലാണ് പ്രശ്നം, അല്ലാതെ ഈ വാല്യൂസിലല്ല പ്രശ്നം. എന്താണ് ഈ സ്ട്രക്ചറിന്റെ പ്രശ്നം അറിയോ? ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങളോട്. ഈ സ്ട്രക്ചറിൽ നിങ്ങളോട് ആരാണ് ഇവിടെ ഡബിൾ ബോണ്ട് വേണമെന്ന് പറഞ്ഞത്? ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ബോണ്ട് കൊടുത്തൂടെ? കൊടുക്കാം. ഇവിടുത്തെ സിംഗിൾ ബോണ്ടിന് വരെ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പൊ ഈ മോളിക്യൂളിന് നമുക്ക് ഒരു സ്ട്രക്ചർ കൂടി വരയ്ക്കാം. എങ്ങനെ നമ്മൾ വരയ്ക്കുക? 3 ഓക്സിജൻ ആറ്റങ്ങൾ നിരന്ന് നിൽക്കുന്നു. എന്നിട്ട് ഈ 2 ഓക്സിജനുകൾക്കിടയിൽ നമ്മൾ സിംഗിൾ ബോണ്ടും ഈ 2 ഓക്സിജനുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡബിൾ ബോണ്ടും കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഓക്സിജന്റെ മുകളിൽ ഒരു 2 അൺബോണ്ടഡ് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഈ ഓക്സിജന് മുകളിൽ 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതിന് മുകളിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. എന്തുകൊണ്ട് ഓസോണിന് ഇങ്ങനൊരു സ്ട്രക്ചർ ആയിക്കൂടാ? അങ്ങനെ ഒരു സ്ട്രക്ചറും ആവാം, ശരിയല്ലേ? പക്ഷെ ആ സ്ട്രക്ചറിലും ഈ 2 ബോണ്ടുകളുടെയും ലെങ്ത് 128 പൈക്കോമീറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ? ഇതാണോ ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ? ഇത് രണ്ടുമല്ല.
കാരണം നമ്മൾ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഈ ബോണ്ട് ഡബിളാണ്, അടുത്ത സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഈ ബോണ്ട് സിംഗിളാണ്. അപ്പോൾ ഈ ബോണ്ട് യഥാർത്ഥത്തിൽ ഡബിൾ ആണോ സിംഗിൾ ആണോ? രണ്ടുമല്ല എന്നാണ് പറയുന്നത്. ഈ ബോണ്ട് യഥാർത്ഥത്തിൽ ഡബിളുമല്ല സിംഗിളുമല്ല, പിന്നെയോ ഈ രണ്ടിൻ്റെയും ഇടയിലാണ്. കംപ്ലീറ്റ് സിംഗിൾ ബോണ്ടും അല്ല, കംപ്ലീറ്റ് ഡബിൾ ബോണ്ടും അല്ല. അതൊരു സിംഗിൾ ബോണ്ടിൽ നിന്ന് വിടുകയും ചെയ്തു, എന്നാൽ ഡബിൾ ബോണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ലാത്ത ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ടാണെന്ന് പറയാം. ഓക്കെ. അതുപോലെ ഈ ബോണ്ട് ഇതിൽ സിംഗിൾ ആണ്, ഇതിൽ ഡബിൾ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ബോണ്ട് ശരിക്കും എന്താ, സിംഗിൾ ആണോ ഡബിൾ ആണോ? അതിലും പറയുന്നത് ഈ ബോണ്ട് യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് സിംഗിൾ ബോണ്ടും അല്ല, കംപ്ലീറ്റ് ഡബിൾ ബോണ്ടും അല്ല, സിംഗിൾ ബോണ്ടിൽ നിന്ന് വിടുകയും ചെയ്തു, എന്നാൽ ഡബിൾ ബോണ്ടിലേക്ക് എത്തിയിട്ടുമില്ലാത്ത രണ്ടിനും നടുവിലുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾക്കതിനെ പാർഷ്യൽ ഡബിൾ ബോണ്ട് എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പോൾ ഈ മോളിക്യൂളിന്റെ ശരിക്കുള്ള സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വരയ്ക്കുക? കറക്റ്റ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് എളുപ്പമാണ്. ശ്രദ്ധിച്ചോ, ഈ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരേണ്ടത്. ഈ ഓക്സിജനും ഇടയിൽ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട്. നമ്മളിതാ ഇങ്ങനെയാണ് പാർഷ്യൽ ഡബിൾ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ ഓക്സിജനും ഇടയിൽ സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ? രണ്ടുമല്ല, പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. ഓക്കെ. സോ യഥാർത്ഥത്തിൽ ഈ മോളിക്യൂളിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വരേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് സ്ട്രക്ചറിൽ ഏതാണ് ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ? ഇതാണ് ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറുകളോ, ആ യഥാർത്ഥ സ്ട്രക്ചർ നമുക്ക് അങ്ങനെ വരച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ യഥാർത്ഥ സ്ട്രക്ചറിലേക്ക് ഈ രണ്ട് സ്ട്രക്ചറുകളും ചേർന്നതാണ് ആ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ രണ്ട് സ്ട്രക്ചറുകൾ നമ്മൾ വരച്ചത്. ഓക്കെ. ഈ രണ്ട് സ്ട്രക്ചറുകളെ ഞാൻ ഒരു ഡബിൾ ഹെഡഡ് ആരോ മാർക്ക് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. എന്താണ് അതിനർത്ഥം? ഈ സ്ട്രക്ചറിലും ആവാം, ഈ സ്ട്രക്ചറിലും ആവാം, പക്ഷേ ഇത് രണ്ടും അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ അല്ല. അപ്പോൾ ഇത് ഇന്റർ കൺവേർട്ടിബിൾ ആണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചേർന്നതാണ് ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഈ ഒരു ഫിനോമിനനെ അല്ലെങ്കിൽ ഇവിടെ ഈ ഓസോൺ മോളിക്യൂൾ കാണിച്ച കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. എന്താ വിളിക്കുക? റെസൊണൻസ്. അപ്പോൾ എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? എന്തിനാണ് നമ്മൾ ഇത്രയും സ്ട്രക്ചറുകളിലൂടെ വരയ്ക്കേണ്ടി വന്ന ഓസോണിന് ഒരു സാധാരണ നമ്മളൊരു മോളിക്യൂളിന് ഒരു ഫിക്സഡ് സ്ട്രക്ചറാണ് വരയ്ക്കുക. പക്ഷേ അങ്ങനെ ഒരു സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് ഓസോണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് ഓസോണിനെ മൊത്തത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, ഓസോണിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ വരച്ചു. ശരിയല്ലേ? അപ്പോൾ ഈ ഫിനോമിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ വരച്ച ഈ ഇൻഡിവിജ്വൽ സ്ട്രക്ചറുകളിലെ ഈ ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്തറിയോ? ഈ സ്ട്രക്ചർ, ഇതിനെ ഞാൻ സ്ട്രക്ചർ നമ്പർ 1 എന്നും ഇതിനെ സ്ട്രക്ചർ നമ്പർ 2 എന്നും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ശ്രദ്ധിച്ചോടാ, കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. എന്താ വിളിക്കുക? കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. ഈ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഈ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചേഴ്സ് അല്ല. ആ മോളിക്യൂളിന് പോസിബിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകളുണ്ട്, അതിന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇമാജിനറി ആണ്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യാണ്, ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം എന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കാം. ഇനി അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഈ കാനോണിക്കൽ സ്ട്രക്ചേഴ്സിന്റെ മിക്സർ ആയിരിക്കും അല്ലെ? ഈ കാനോണിക്കൽ സ്ട്രക്ചറുകളെല്ലാം ചേർന്നതായിരിക്കും അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. സോ ഹിയർ ദിസ് ഈസ് ദി റിയൽ സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ. ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് ഹൈബ്രിഡ്. എന്താ വിളിക്കുക? റെസൊണൻസ് ഹൈബ്രിഡ്. റെസൊണൻസ് ഹൈബ്രിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളിന് ഒരു സിംഗിൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ വരച്ചു. അങ്ങനെ നിങ്ങൾക്ക് എത്ര സ്ട്രക്ചർ വേണമെങ്കിലും വരയ്ക്കാം, എത്ര പോസിബിൾ സ്ട്രക്ചർ വേണമെങ്കിലും വരയ്ക്കാം. ആ സ്ട്രക്ചറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. ഇനി ആ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്തായിരിക്കും? അപ്പോൾ അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാനോണിക്കൽ സ്ട്രക്ചറുകളുടെ എല്ലാം സം ആയിരിക്കും, മിക്സർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ഒരു റെസൊണൻസ് ഹൈബ്രിഡ് മാത്രം വരച്ചാൽ കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിന് മുമ്പ് അതിന്റെ എല്ലാ പോസിബിൾ ഇമാജിനറി സ്ട്രക്ചറുകളും വരയ്ക്കുന്നത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ആസ് റെസൊണൻസ്. സോ ഹൗ ഡു യു ഡിഫൈൻ റെസൊണൻസ്? Resonance is a phenomenon in which when a single Lewis structure cannot describe all the properties of a molecule, നമ്മൾ എന്ത് ചെയ്യും? More than one structure is given for the molecule. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ്റങ്ങൾ മാറരുത്.
എല്ലാ സ്ട്രക്ചറുകളിലും ഒരേ ആറ്റങ്ങളായിരിക്കണം. ആ ആറ്റങ്ങളുടെ പൊസിഷൻ മാറരുത്. എല്ലാ സ്ട്രക്ചറിലും ആറ്റങ്ങളുടെ പൊസിഷൻ സെയിം ആയിരിക്കണം. മാത്രമല്ല ആ ആറ്റങ്ങളിലുള്ള ഷെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണവും അതുപോലെ അൺഷെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണവും മാറരുത്. എല്ലാ സ്ട്രക്ചറുകളിലും സെയിം നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസും സെയിം നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺസും ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാം. അതിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് കിട്ടും. പറഞ്ഞാൽ ക്ലിയർ ആണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, റെസൊണൻസ് ഈസ് എ ഫിനോമിനൻ arises when a single Lewis structure cannot describe the molecule accurately. നമ്മൾ എന്ത് ചെയ്യും? More than one structure is given for the molecule and which describes the properties of the molecule accurately. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, when you draw canonical structures, remember the position of atom, the number of atoms must be same, the position of the nuclei must be same number of bonding electrons and non-bonding electrons must be present in the structures. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു മോളിക്യൂളിൻ്റെയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുക. ഓസോൺ മോളിക്യൂൾ എടുത്തുകൊണ്ട് നമ്മൾ റെസൊണൻസ് എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കോ, ഇതൊരു യഥാർത്ഥ ഡബിൾ ബോണ്ടും ഇതൊരു യഥാർത്ഥ സിംഗിൾ ബോണ്ടും അല്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് ബോണ്ടുകൾക്കും 128 പൈക്കോമീറ്റർ എന്ന് നമ്മൾ ലെങ്ത് പറഞ്ഞത്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് രണ്ട് ബോണ്ടും ഒരേ ലെങ്ത് ആയതെന്ന്. രണ്ട് ബോണ്ടും ഒരേ നാച്ചുറാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കിത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കേണ്ടി വന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ബോണ്ട് ഡബിളും ആവാം സിംഗിളും ആവാം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. ഈ ബോണ്ട് സിംഗിളും ആവാം ഡബിളും ആവാം. അപ്പൊ യഥാർത്ഥത്തിൽ അത് പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. സോ ബോത്ത് ദ ബോണ്ട്സ് ആർ സിമിലർ, സോ ദ ലെങ്ത്സ് ആർ ആൾസോ സെയിം 128 പൈക്കോമീറ്റർ. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ലെങ്ത്തുകളും ഇവിടെ എന്തുകൊണ്ടാണ് മാച്ച് ആവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു മോളിക്യൂൾ കൂടി എടുത്തിട്ട് ഞാൻ റെസൊണൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെസൊണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒരു മോളിക്യൂൾ കൂടി എടുക്കുകയാണ്. ഏതാണെന്നറിയോ? നമ്മുടെ കാർബണേറ്റ് അയോൺ. ആരാണ്? കാർബണേറ്റ് അയോൺ. എന്താ കാർബണേറ്റിന്റെ മോളിക്യുലർ ഫോർമുല? CO3 2-. ഓക്കെ, ഈ CO3 2- എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്. കാർബൺ സെന്ററിൽ, ഓക്കെ, അതിന് ചുറ്റും 3 ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ ഞാൻ ആ 3 ഓക്സിജൻ ആറ്റങ്ങളെയും ഏകദേശം ഒരു സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് നടത്തുകയാണ്. മുമ്പ് നമ്മൾ ഇവിടെ ഒരെണ്ണത്തെയാണ് വെച്ചത്. ഞാനിതിനെ കുറച്ചുകൂടി ഒരു സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് നടത്തുകയാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ നമുക്കിപ്പോൾ അറിയാം. ഇനി CO3 2- ആണ് അല്ലേ? CO3 2- ആകുമ്പോഴേ ഇതിലേതെങ്കിലും 2 ഓക്സിജന്റെ മുകളിൽ നമ്മൾ ആ നെഗറ്റീവ് ചാർജ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓക്സിജനും മുകളിൽ ഓരോ നെഗറ്റീവ് ചാർജ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ എപ്പോഴും സിംഗിൾ ബോണ്ടേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഡബിൾ ബോണ്ട് ഈ കാർബണിനും ഓക്സിജനും ഇടയിലായിരിക്കും. ഇതാണ് നമ്മൾ കാർബണേറ്റ് അയോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് പഠിച്ചത്. അവിടെ ഈ ഓക്സിജന് മുകളിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഓക്കെ, ഈ ഓക്സിജന് മുകളിൽ 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതിന് മുകളിൽ 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിനും ഈ ഓക്സിജനും ഇടയിൽ വന്നത്? എന്തുകൊണ്ട് നമുക്ക് ഈ ഡബിൾ ബോണ്ട് കാർബണിനും ഈ ഓക്സിജനും ഇടയിൽ കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന അടുത്ത സ്ട്രക്ചർ അതാണ്. അടുത്ത പോസിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, 3 ഓക്സിജൻ ആറ്റംസ്, അതിനിടയിൽ ഒരു കാർബൺ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഈ ഡബിൾ ബോണ്ടിനെ ഈ ഓക്സിജനും ഈ കാർബണിനും ഇടയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജന് മുകളിൽ ഒരു സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഇതിന് മുകളിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഈ ഓക്സിജൻ ആയിരിക്കും ഒരു നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ടാവുക, ഈ ഓക്സിജൻ ആയിരിക്കണം അടുത്ത നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ടാവുക. കാരണം നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ ഒരിക്കലും ഡബിൾ ബോണ്ട് ഫോം ചെയ്യില്ല. ശരി, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോൺസിന് കൊടുക്കുമ്പോഴോ ഈ ഓക്സിജന് മുകളിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ വേണം. ഓക്കെ, ഇതിന് മുകളിൽ 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് വേണം. ഇതിന് മുകളിലും 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് വേണം അല്ലേ? ഓക്കെ, ശരി. പക്ഷെ അപ്പൊ നമുക്ക് വീണ്ടും ചോദിച്ചൂടെ, ഈ ഡബിൾ ബോണ്ട് എന്തുകൊണ്ട് ഈ ഓക്സിജന് കൊടുക്കാം? അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന അടുത്ത സ്ട്രക്ചർ ഡബിൾ ബോണ്ട് വരുന്നത് ഈ ഓക്സിജനുമായിട്ടാണ്. കാർബൺ, ഇനി ഈ ഓക്സിജനുമായിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അങ്ങനെ ആ ഓക്സിജനുമായി ഡബിൾ ബോണ്ട് വരുമ്പോൾ ഈ 2 ഓക്സിജൻസ് ആണ് നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യേണ്ടി വരിക. അവർക്ക് കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട് ആണ് കിട്ടുക.
ഓക്കെ, ഇനി ഓരോ ഓക്സിജന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളാണ് നോക്കുക. ഈ ഓക്സിജന് ചുറ്റും നമുക്ക് 6 ഇലക്ട്രോണുകളെയാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളായിട്ട് വേണ്ടി വരിക. ഇതിനു ചുറ്റും നമുക്ക് 4 ഇലക്ട്രോണുകളെയാണ് വേണ്ടി വരിക. ഇതിനു ചുറ്റും നമുക്ക് 6 ഇലക്ട്രോണുകളെയാണ് വേണ്ടി വരിക. ഓക്കെ, ഇനി പുതിയൊരു സ്ട്രക്ചറിനുള്ള സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എല്ലാ ഓക്സിജൻ ആറ്റങ്ങൾക്കും ഒരുപോലെയായി സാഹചര്യങ്ങൾ. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഈ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ? ഇതിലൊന്നും ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഇല്ല. പിന്നെയോ ഓരോ സ്ട്രക്ചറും കുറച്ച് കാര്യങ്ങൾ പറയും. ഈ സ്ട്രക്ചർ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും മോളിക്യൂളുമായി ബന്ധപ്പെട്ട്, ബാക്കി കുറച്ച് കാര്യങ്ങൾ ഈ സ്ട്രക്ചർ പറയും, ബാക്കി കുറച്ച് കാര്യങ്ങൾ ഈ സ്ട്രക്ചർ പറയും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഈ മോളിക്യൂളിന്റെ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബണേറ്റ് മോളിക്യൂൾ. കാരണം ഈ മോളിക്യൂളുകളൊന്നും ഒറ്റയ്ക്ക് നിന്നാൽ കാർബണേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളിനെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ സ്ട്രക്ചറുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ഹെഡഡ് ആരോ മാർക്കിൽ ഇട്ട് കൊടുക്കണം. മറക്കരുത്, കാനോണിക്കൽ സ്ട്രക്ചറുകൾക്കിടയിൽ നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ മാർക്കിൽ ഇട്ട് കൊടുക്കണം. കാരണം ഈ ഫോമുകളൊക്കെ ഇന്റർ കൺവേർട്ടിബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ഫോം ഫിക്സഡ് അല്ല, അടുത്ത ഫോമിലേക്ക് മാറും, അടുത്ത ഫോമിലേക്ക് മാറും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 3 കാനോണിക്കൽ സ്ട്രക്ചർ കിട്ടിയല്ലേ? ഇതിലേതാണ് യഥാർത്ഥ സ്ട്രക്ചർ? ഇതൊന്നും യഥാർത്ഥ സ്ട്രക്ചർ അല്ല. അപ്പോൾ ഈ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഏതാ? ഈ 3 കാനോണിക്കൽ സ്ട്രക്ചറുകളും ചേർന്ന സ്ട്രക്ചറാണ് ഇതിനെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഓക്സിജൻ, 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 കാർബൺ. ഓക്കെ, ഇനി നമ്മൾ ഈ 3 സ്ട്രക്ചറും ചേർന്ന് വന്നാൽ എന്താ സംഭവിക്കുക? ഈ കാർബണും ഓക്സിജനും തമ്മിൽ നോക്കിക്കോടാ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. അപ്പോൾ ആ ബോണ്ടിന്റെ യഥാർത്ഥ നാച്ചർ എന്തായിരിക്കും? പാർഷ്യലി ഡബിൾ. ഓക്കെ, ഇനി ഈ കാർബണും ഈ ഓക്സിജനും തമ്മിലോ സിംഗിൾ, ഡബിൾ, സിംഗിൾ. അപ്പോൾ അതിന്റെ യഥാർത്ഥ നാച്ചർ എന്താ? പാർഷ്യലി ഡബിൾ. ഈ ബോണ്ടിന്റെയോ സിംഗിൾ, സിംഗിൾ, ഡബിൾ. അപ്പോൾ ആ ബോണ്ട് യഥാർത്ഥത്തിൽ പാർഷ്യലി ഡബിൾ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് ഈ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 2 നെഗറ്റീവ് ചാർജ് ഞാൻ ടോട്ടൽ അതിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. കാരണം ആ നെഗറ്റീവ് ചാർജ് ഏതെങ്കിലും ആറ്റത്തിന് മുകളിൽ ഫിക്സറായി നിൽക്കുന്നതല്ല. ആ നെഗറ്റീവ് ചാർജുകൾ എല്ലാ ആറ്റത്തിന് മുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ആറ്റത്തിന് മുകളിൽ കൊടുക്കാനുള്ള ധൈര്യം നമുക്ക് ഇപ്പോഴില്ല. നമ്മൾ മനസ്സിലാക്കി ഏത് ആറ്റത്തിന് മുകളിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനത് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് മുകളിൽ മൊത്തത്തിൽ 2- എന്നിട്ട് കൊടുത്തു. മോളിക്യൂളിൽ മൊത്തത്തിലൊരു 2- ഉണ്ട്. അത് ഏത് ഓക്സിജന് മുകളിലാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഇത് അതിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ. കാനോണിക്കൽ സ്ട്രക്ചറുകളിൽ നിന്ന് അത് റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി റെസൊണൻസ് ഹൈബ്രിഡ് ആൻഡ് ദീസ് 3 ആർ കോൾഡ് ആസ് ദ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബണേറ്റ് മോളിക്യൂൾ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ റെസൊണൻസ് സ്ട്രക്ചറുകളിലും ഒരേ എനർജി ആയിരിക്കണം. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞ കാര്യം? റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സിനും എല്ലാ കാനോണിക്കൽ സ്ട്രക്ചേഴ്സിനും ഒരേ എനർജി ആയിരിക്കണം, സെയിം എനർജി ആയിരിക്കണം. ഓക്കെ, രണ്ട് നിങ്ങൾ ഈ 3 സ്ട്രക്ചറുകൾ നോക്കിയേ. ഇതിലെ ആറ്റങ്ങളുടെ പൊസിഷനിൽ മാറ്റമുണ്ടോ? ഇല്ലല്ലോ. ഈ മോളിക്യൂളിൽ എവിടെയൊക്കെയാണോ ന്യൂക്ലിയകൾ ഇരിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയല്ലേ ഇവിടെയും അവിടെയൊക്കെ ഇരിക്കുന്നത് ആണ്. അപ്പോൾ സെയിം പൊസിഷൻ ഓഫ് ന്യൂക്ലിയൈ. എല്ലാ കാനോണിക്കൽ സ്ട്രക്ചറുകളിലും ആറ്റങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓക്കെ, 3. അത് മാത്രമല്ല, ഈ മോളിക്യൂളിൽ എത്ര ഷെയർഡ് ഇലക്ട്രോണുകളുണ്ടോ അത്രയും ഷെയർഡ് ഇലക്ട്രോൺസ് തന്നെയാണ് ഇതിലും ഉണ്ടാവുക. മോളിക്യൂളിൽ കേട്ടോ, മോളിക്യൂളിൽ മൊത്തത്തിൽ എത്ര ഷെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4 ബോണ്ട്. അപ്പോൾ 8 ഷെയർഡ് ഇലക്ട്രോൺ. ഇവിടെയും അതെ, 1, 2, 3, 4 8 ഷെയർഡ് ഇലക്ട്രോൺ. 1, 2, 3, 4 8 ഷെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ എല്ലാ കാനോണിക്കൽ സ്ട്രക്ചറിലും സെയിം നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കണം. ഷെയർഡ് ഇലക്ട്രോൺസ്. ഇനി അപ്പോൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസോ? നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കണ്ടേ? ആണ്. സംശയമുള്ളവർക്ക് എണ്ണി നോക്കാം എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ഇതിലും 16 ആണ്, ഇതിലും 16 ആണ്. സംശയമുള്ളവർ എണ്ണി നോക്കിക്കോട്ടാ. അപ്പോൾ 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ കാനോണിക്കൽ സ്ട്രക്ചറുകളിലും സെയിം നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിരിക്കണം. ഓക്കെ, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിരിക്കണം.
അപ്പോൾ ഒരു കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾ വരയ്ക്കുമ്പോൾ, റെസണൻസ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കാനോണിക്കൽ സ്ട്രക്ചറുകളിലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, മാറിപ്പോകരുത്. ഓക്കെ, ഇങ്ങനെയുള്ള എത്ര കാനോണിക്കൽ സ്ട്രക്ചർ വരെ നിങ്ങൾക്ക് വേണമെങ്കിലും വരയ്ക്കാം. ആ കാനോണിക്കൽ സ്ട്രക്ചറുകളെല്ലാം ചേർന്ന ഒരു ഹൈബ്രിഡ് ആയിരിക്കും അതിൻ്റെ യഥാർത്ഥ മോളിക്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ദി റെസണൻസ് ഹൈബ്രിഡ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, റെസണൻസ് എന്താണ്, റെസണൻസ് ഹൈബ്രിഡ് എന്താണ്, കാനോണിക്കൽ സ്ട്രക്ചറുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. മോർ ദി നമ്പർ ഓഫ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? മോർ ദ നമ്പർ ഓഫ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ. കൂടുതൽ കാനോണിക്കൽ സ്ട്രക്ചറുകൾ കാണിക്കുന്ന മോളിക്യൂളിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ ഓസോൺ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കാർബണേറ്റ് പറഞ്ഞു. ഓസോണിന് എത്ര കാനോണിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു? 2. കാർബണേറ്റിനോ 3. അപ്പോൾ നിങ്ങൾ പറ, ഇതിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ? കാർബണേറ്റ് ആണ്. കാരണം കാർബണേറ്റിന് ഓസോണിനേക്കാൾ കൂടുതൽ കാനോണിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതുകൂടി ഓർത്തിരിക്കുക. മോർ ദി നമ്പർ ഓഫ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് okay, greater is the stability, greater is the stability. Clear ആണല്ലോ അല്ലേ? Okay, so that's all about resonance. Bond parameter number 6. ആറാമത്തെ bond parameter, dipole moment. എന്താ വിളിക്കുക? Dipole moment. Okay, yeah. Dipole moment എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു മോളിക്യൂൾ തരാം. ഓക്കെ, HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഈ HCl എന്ന് പറയുന്ന മോളിക്യൂളിൽ എങ്ങനെയാണ് ഈ മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളതെന്ന് അറിയാം നമുക്ക്. ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അല്ലേ? ഈ രണ്ട് ആറ്റങ്ങളും ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടത്തിയിട്ട് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ രണ്ട് ആറ്റങ്ങളുടെയും സ്വഭാവം ഒരുപോലെയാണോ? അല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റുകൾക്കെല്ലാം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മളതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയാം. എബിലിറ്റി ഓഫ് എൻ ആറ്റം, ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവാർഡ്സ് ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ആറ്റം ആരാണ്? ഫ്ലൂറിനാണ്. അത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞാൽ നൈട്രജൻ ആണ്. നമ്മളൊരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൻ്റെ വലതുഭാഗത്ത് കാണുന്ന നോൺ മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, പീരിയോഡിക് ടേബിളിൻ്റെ വലതുഭാഗത്താണ്, റൈറ്റ് സൈഡിലാണ് നോൺ മെറ്റൽസിനെ കാണാം. ആ നോൺ മെറ്റൽസ് എല്ലാം ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ആറ്റംസ് ആണ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് ഇലക്ട്രോനെഗറ്റിവിറ്റി എനിക്കിവിടെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൽ ഹൈഡ്രജനും ക്ലോറിനും ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ മ്യൂച്വൽ ഷെയറിംഗ് നടത്തിയിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിന് ആവശ്യമായ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനായിട്ടും രണ്ടാമത്തെ ഇലക്ട്രോണിനെ ക്ലോറിനുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളതിനെ മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ആറ്റങ്ങളും ചേർന്ന് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ടാവും. എഗ്രിമെന്റ് എന്താണെന്ന് അറിയുന്നത് നമുക്ക്? ഷെയറിങ്ങിന് ശേഷം ഈ ഷെയർ ചെയ്യുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ എക്സാക്ട്ലി ഈ രണ്ട് ആറ്റങ്ങളുടെയും മിഡിലിൽ വേണം നിർത്താൻ. കാരണം ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങളുടെയും കോമൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആവശ്യമുള്ളപ്പോൾ ആ പെയർ ഹൈഡ്രജൻ ഉപയോഗിക്കാം, ക്ലോറിൻ ആവശ്യമുള്ളപ്പോൾ ആ പെയർ ക്ലോറിൻ ഉപയോഗിക്കാം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവരൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നത്. ഹൈഡ്രജനും ക്ലോറിനും കൂടിയിട്ട് എന്താണ് എഗ്രിമെന്റിൽ പറയുന്നത്? ഷെയറിങ്ങിന് ശേഷം ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ രണ്ട് ആറ്റത്തിൻ്റെയും എക്സാക്ട് സെൻറ്ററിൽ മിഡിലിൽ വെച്ചുകൊള്ളാം. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത് ആർക്കാണോ അയാൾക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ആവശ്യം കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വെക്കുകയും ചെയ്യാം. അങ്ങനെ ആ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്യും രണ്ടുപേരും. അത് കഴിഞ്ഞ് ബോണ്ട് ഫോർമേഷനൊക്കെ കഴിഞ്ഞ് ഷെയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ ക്ലോറിൻ അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കും. എന്താണ് ക്ലോറിൻ്റെ തനി സ്വഭാവം? ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്. നോൺ മെറ്റലാണ് എന്ന് മാത്രമല്ല, പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ ഫ്ലൂറിന് തൊട്ട് താഴെ കാണുന്ന ഒരു എലമെൻ്റാണ് ക്ലോറിൻ. അതുകൊണ്ട് തന്നെ ഫ്ലൂറിനേക്കാൾ കുറവാണെങ്കിലും അതും ഇലക്ട്രോനെഗറ്റീവാണ്. ആര്?
ക്ലോറിൻ. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ക്ലോറിൻ, ഹൈഡ്രജൻ ആണെങ്കിലോ ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് കൂടുതൽ. ഓക്കെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഹൈഡ്രജന് കൂടുതൽ. ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവാർഡ്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിലെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ക്ലോറിന് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ പെയറുകൾ പതിയെ ക്ലോറിൻ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ പെയറുകൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. അപ്പം നേരത്തെ ബോണ്ട് ഫോർമേഷന് മുമ്പ് അവർ സൈൻ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കാറ്റിപ്പറത്തിയിട്ട് ക്ലോറിൻ ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്തു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വിളിക്കാം. ക്ലോറിന് മാത്രമല്ല എല്ലാ നോൺ മെറ്റലുകൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ പെയറിൽ ഒരു ഇലക്ട്രോൺ ആരുടെ ആയിരുന്നു? ഹൈഡ്രജന്റെ ആണ്. ഒരു ഇലക്ട്രോൺ ആരുടെയാണ്? ക്ലോറിനാണ്. ആ രണ്ട് ഇലക്ട്രോൺ ഇപ്പോൾ ആരുടെ അടുത്തായിരിക്കുന്നത്? ക്ലോറിന്റെ അടുത്തായിരിക്കുന്നത്. അപ്പൊ ക്ലോറിന് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടും. നമ്മൾ ആ നെഗറ്റീവ് ചാർജിനെ ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ഇല്ല. കാരണം ഒരു ഇലക്ട്രോണിനെ മുഴുവനായി കിട്ടുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടുക. ഇവിടെ ഈ ഇലക്ട്രോൺ ഹൈഡ്രജന്റെയാണ്, ഈ ഇലക്ട്രോൺ ഹൈഡ്രജന്റെയാണ്. അത് മുഴുവനായിട്ടും ക്ലോറിനിലേക്ക് വന്നിട്ടില്ല, അതിനടുത്ത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കൊടുത്തത്, ഡെൽറ്റ നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അതേസമയം ഹൈഡ്രജന്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോൺ അല്ലത്, ആ ഇലക്ട്രോൺ ഹൈഡ്രജനിൽ നിന്ന് അകലേക്ക് പോകുമ്പോൾ ഹൈഡ്രജന് ഒരു വിഷമം ഉണ്ടാവും അല്ലേ? ആ വിഷമം ഹൈഡ്രജന് മുകളിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് നമ്മൾ കാണിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകൾ ക്ലോറിന് നേരെ മൂവ് ചെയ്യുമ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാർഷ്യൽ ചാർജ് കൊടുക്കുന്നത്? ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോൺ മുഴുവനായും ക്ലോറിനിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അടുത്ത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ആയിട്ടില്ല, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്? ആ ഇലക്ട്രോൺ ഹൈഡ്രജനിൽ നിന്ന് അകലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ, മുഴുവനായിട്ടും ഹൈഡ്രജന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അല്ലെങ്കിൽ നമ്മൾ H+ എന്നും Cl- എന്നും കംപ്ലീറ്റ് ആയിട്ട് എഴുതും. അത് എഴുതാതിരിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം കോവാലൻ ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയോ? പോളാർ കോവാലൻ ബോണ്ട് എന്ന് വിളിക്കാം. എന്താ നമ്മൾ വിളിക്കുക? പോളാർ കോവാലന്റ് ബോണ്ട്. This kind of covalent bonds are called as polar covalent bond. Okay, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു പോളാർ കോവാലന്റ് ബോണ്ടിനെ ഡിഫൈൻ ചെയ്യുക? A polar covalent bond can be defined as a covalent bond which develops a partial positive and negative charges on its atoms as a result of the difference in electronegativities of the atoms. അതായത് ഒരു കോവാലന്റ് ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം അതിലെ ആറ്റങ്ങൾക്ക് മുകളിൽ പാർഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കോവാലന്റ് ബോണ്ടുകളെ പോളാർ കോവാലന്റ് ബോണ്ടുകൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജ് ഡെവലപ്ഡ് ആകുന്നില്ലെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോടാ, നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കാം. H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ നമ്മൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണല്ലോ H2 ആയിട്ട് മാറാം. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെയിം ആണ് അല്ലേ? എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കും ഒരേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അതുപോലെയാണ് ബിഹേവ് ചെയ്യാം. എങ്ങനെയാണ്? ആ ഇലക്ട്രോൺ പെയറുകൾ കറക്റ്റ് അതിന്റെ മിഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, H2ന്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ നൈട്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ, ഈ കേസുകളിലൊക്കെ ഇത് ഇങ്ങനെയായിരിക്കും. കാരണം അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആറ്റങ്ങൾക്കും ഒരേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയതുകൊണ്ട്, ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ മോളിക്യൂളുകളിലെല്ലാം ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എക്സാക്ട്ലി മിഡിലായിരിക്കും. ഇവിടെ ഒന്നും പോളാർ കോവാലന്റ് ബോണ്ട് അല്ല ഉണ്ടാവുക, അവിടെ എല്ലാം നോൺ പോളാർ കോവാലന്റ് ബോണ്ടുകളാണ് ഈ മോളിക്യൂളുകളിലെല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈ കാണുന്ന ഇതുപോലെയുള്ള മോളിക്യൂൾസിന്റെ കേസിലെല്ലാം ബോണ്ടുകൾ നോൺ പോളാർ ആയിരിക്കും. പക്ഷേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെയാണ് പോളാർ കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ HCl എന്ന് പറയുന്ന ഒരു പോളാർ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. കാര്യം ക്ലിയർ ആണ്? ഇപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന കോവാലന്റ് ബോണ്ട് ഉണ്ടല്ലോ, എന്താണ് ഈ കോവാലന്റ് ബോണ്ടിന്റെ പ്രത്യേകത? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഒരു ചെറിയ ഡിസ്റ്റൻസ് വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പോലെയല്ലേ ഇപ്പൊ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്? ആണ്. ഇത്തരത്തിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് വഴി സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡൈപോൾ. എന്താ നമ്മൾ വിളിക്കുക? ഡൈപോൾ.
So what do you mean by a dipole? When two equal and opposite charges are separated by a small distance, it is called as a dipole. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. ഒരു ഡൈപോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. എങ്ങനെ നമ്മളൊരു ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് കാണാം? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഒരു ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ്. ശ്രദ്ധിച്ചോടാ, dipole moment is equal to charge into distance ആണ്. എങ്ങനെ നമ്മൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ആ ചാർജുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഡൈപോൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കോവാലന്റ് ബോണ്ട് ഒരു ഡൈപോളിന് സിമിലർ അല്ലേ? ആണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജും രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ്. അവരെ നമ്മൾ ഈ ഒരു ബോണ്ട് ലെങ്ത് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡൈപോളിന് സിമിലർ ആണ്. അങ്ങനെ സിമിലർ ആണെങ്കിൽ ഒരു പോളാർ കോവാലന്റ് ബോണ്ടിന് എന്ത് കാണിക്കാൻ കഴിയണം? ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ കഴിയണം. അതിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. എങ്ങനെ നമ്മൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് ഏത് കേസിലാണെങ്കിലും ഡൈപോൾ മൊമെന്റ് നമ്മൾ ഒരുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ചാർജ് എന്ന് പറയുന്നതിനെ ക്യൂ എന്നും ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്നും എടുക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റിന് ഞാൻ മ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ്? മ്യൂ. ഡൈപോൾ മൊമെന്റ് മ്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഡൈപോൾ മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. അത് ഡൈപോളിന്റെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു പോളാർ കോവാലന്റ് ബോണ്ടിന്റെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഒരു പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡൈപോളിന് സിമിലർ ആണ്. ഒരു വ്യത്യാസം പോലും ഇല്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ആറാമത്തെ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈപോൾ മൊമെന്റ് ഓഫ് എ ബോണ്ട്. ഒരു ബോണ്ടിന്, ഒരു കോവാലന്റ് ബോണ്ടിന് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണെന്ത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ നോർമലി ഡൈപോൾ മൊമെന്റ് മെഷർ ചെയ്യാറുള്ളത് ഡി ബൈ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. എന്ത് യൂണിറ്റ് ആണ്? ഡി ബൈ യൂണിറ്റ്. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡി ബൈ യൂണിറ്റ് ആണ്. ഓക്കെ. ഒരു ഡി ബൈ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോടാ, ഒരു ഡി ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡി ബൈ ഈസ് ഈക്വൽ ടു 3.335 ഇൻറ്റു 10⁻⁻30 കൂളോം മീറ്റർ ആണ്. ഓക്കെ. അല്ലെങ്കിൽ 1 ഡി ബൈ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻18 ESU സെന്റിമീറ്റർ ആണ്. ഓക്കെ. ESU എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്, സെന്റിമീറ്റർ. അപ്പോൾ ഡി ബൈ യൂണിറ്റിലാണ്, അല്ലെങ്കിൽ ഡി ബൈ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ഡി ബൈ യൂണിറ്റ് ആണ്. ഒരു ഡി ബൈ എന്ന് പറയുന്നത് 3.335 10⁻30 കൂളോം മീറ്റർ ആണ്. C സ്റ്റാൻഡ് ഫോർ കൂളോം, M സ്റ്റാൻഡ് ഫോർ മീറ്റർ. അല്ലെങ്കിൽ 1 ഡി ബൈ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻18 ESU ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഡൈപോൾ മൊമെന്റിലേക്ക് എത്തി അല്ലേ? ഒരു കോവാലന്റ് ബോണ്ടിൽ നിന്ന് നമ്മൾ പോളാർ കോവാലന്റ് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു. പോളാർ കോവാലന്റ് ബോണ്ടിൽ നിന്ന് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് നമുക്കറിയാലോ, സ്കെയിലർ ക്വാണ്ടിറ്റിയും ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റിയും ഉണ്ട്. എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത്? സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഇനി ഒരു മോളിക്യൂളിലെ പോളാർ കോവാലന്റ് ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടായിരിക്കും എന്നറിയോ? അത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കും.
ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു മോളിക്യൂളിൽ HCl എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം ഏതാ? ഹൈഡ്രജനും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഏതാ? ക്ലോറിനുമാണ്. അപ്പോൾ ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഹൈഡ്രജനിൽ നിന്ന് ക്ലോറിനിലേക്കായിരിക്കും. അതെങ്ങനെ നമ്മൾ സൂചിപ്പിക്കാന്നറിയോ? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ നമ്മളിതാ ഇങ്ങനൊരു ആരോ മാർക്കാണ് ഉപയോഗിക്കുക. അതിന്റെ ടെയിലിൽ നമ്മളൊരു കട്ട് കൊടുക്കും. ഓക്കെ, ഒരു ക്രോസ്. അപ്പോൾ ഇങ്ങനൊരു ക്രോസ് ഉള്ള ഒരു ആരോ മാർക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു ക്രോസ് ഉള്ള ആരോ മാർക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം എന്നറിയാം നിങ്ങൾക്ക്? ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കണം. അപ്പോൾ HClന്റെ കേസിൽ ഇത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? HClന്റെ കേസിൽ നോക്കിക്കോടാ, HCl മോളിക്യൂളിൽ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ ക്ലോറിൻ ആൻഡ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഓൺ ഹൈഡ്രജൻ. കാരണം നിങ്ങൾക്കറിയാം ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകൾ ക്ലോറിൻ അടുത്തേക്കാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഡ്യൂ ടു ദി ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ ഡൈപോൾ ഈ ഒരു ബോണ്ടിൽ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനിൽ നിന്ന് ക്ലോറിനിലേക്കായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ നമ്മുടെ കയ്യിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ആണല്ലോ എന്ന് വിചാരിച്ചോ. ഏത് മോളിക്യൂളാണ്? HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഫ്ലൂറിൻ ആണല്ലോ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകൾ അട്രാക്റ്റഡ് ആകുന്നത് ഫ്ലൂറിൻ അടുത്തേക്കായിരിക്കും. അപ്പോൾ ഫ്ലൂറിന് മുകളിൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് മുകളിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോളാർ കോവാലന്റ് ബോണ്ടാണ്. ആ പോളാർ കോവാലന്റ് ബോണ്ടിന് എന്ത് കാണിക്കാൻ കഴിയും? ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ കഴിയും. ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയ ഹൈഡ്രജനിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക? ഹൈഡ്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഓർക്കുക, ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ HCl മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റിന് ഒരു വാല്യൂ ഉണ്ടാവില്ലേ? എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? HCl മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് mu is equal to 1.03 d/a ആയിരിക്കും. അതേസമയം HF മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് mu is equal to 1.91 d/a ആണ്. അതെന്തുകൊണ്ടാണ് HFന് കൂടുതലും HClന് കുറവായത് ഡൈപോൾ മൊമെന്റ്? കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് ക്ലോറിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൂറിൻ ഉണ്ടാക്കുന്ന പാർഷ്യൽ ചാർജുകളുടെ അത്രയും ചാർജ് ഉണ്ടാക്കാൻ ക്ലോറിന് കഴിയില്ല. അതായത് ഫ്ലൂറിൻ ഇലക്ട്രോൺ പെയറുകളെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ ക്ലോറിന് കഴിയില്ല. അപ്പോൾ ഇതിന് മുകളിൽ ഉണ്ടാകുന്ന ചാർജുകളുടെ ക്വാണ്ടിറ്റി കുറയും. ചാർജിന്റെ ക്വാണ്ടിറ്റി കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും? കുറയും, mu കുറയും. ഓക്കെ, ചാർജിന്റെ ക്വാണ്ടിറ്റിക്കൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും കുറയും. 1.03 d/, അവിടെ 1.91 d/. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് രണ്ട് ആറ്റങ്ങൾ മാത്രമുള്ള ഡയാറ്റോമിക് മോളിക്യൂളുകളുടെ കേസിൽ ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, HCl എന്ന് പറയുന്ന ഡയാറ്റോമിക് മോളിക്യൂളിലെ ബോണ്ടിനൊരു പൊളാരിറ്റി ഉണ്ട്, ബോണ്ടിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ആ ഡൈപോൾ മൊമെന്റ് തന്നെയാണ് മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പോൾ HF എന്ന് പറയുന്ന ഡയാറ്റോമിക് മോളിക്യൂളിലെ ബോണ്ടിനൊരു പൊളാരിറ്റി ഉണ്ട്, ബോണ്ടിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അത് തന്നെയാണ് ആ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റും. കാരണം മറ്റു ബോണ്ടുകളൊന്നും അതിലില്ല, ഒരൊറ്റ ബോണ്ടേ ഉള്ളൂ. കാരണം അതൊരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. പക്ഷേ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്ന മോളിക്യൂളുകളുടെ കേസിലേക്ക് നമ്മൾ വന്നാൽ എങ്ങനെയാണ്? രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്ന മോളിക്യൂൾസിന്റെ കേസിലേക്ക് നമ്മൾ വരിക. ഓക്കെ, അതായത് പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലേക്ക് വരിക. ഡയാറ്റോമിക് എന്നുള്ള ലെവൽ വിട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി വലിയ ലെവലിലേക്ക് പോവുകയാണ്. പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ആ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്.